ഹായ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫ്രോസൺ എൽസ തീമിലുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷന് നമ്മൾ ഫോണ്ടൻ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ പെട്ടെന്ന് സമയം ഒരുപാട് വേണ്ട. ഫോണ്ടൻ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വരും. അതൊക്കെ ഫിനിഷിംഗ് ആക്കി എടുക്കാനും അതുപോലെ തന്നെ എൽസയുടെ ആ ഒരു ഡ്രസ്സൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ നല്ലൊരു ഫ്രോസൺ എൽസ തീം കേക്ക് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടോൾ കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. എപ്പോഴും നമ്മൾ അങ്ങനത്തെ തീമൊക്കെ ചെയ്യുമ്പോൾ ടോൾ കേക്കിലോ അല്ലെങ്കിൽ 2 ടയറിലൊക്കെ ചെയ്യുമ്പോഴാവും കൂടുതൽ കാണാനും ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ 2 kg ഒരു ടോൾ കേക്കാണിത്. 1 kg മോൾഡിൽ 2 കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ചോക്ലേറ്റ് കേക്ക് 2നെയും 3 ലെയറാക്കി കട്ട് ചെയ്ത് ഐസിങ് ഒക്കെ ചെയ്ത് ക്രം കോട്ടിംഗ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമ്മൾ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തത് സാധാരണ ഈ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ്. ഇനി നമുക്ക് ഫൈനൽ കോട്ടിംഗ്, അതായത് അതിൻ്റെ പുറം ഭാഗത്തുള്ള ആ ഒരു കോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിലുള്ള ക്രീമിലേക്ക് നമ്മളിവിടെ ബ്ലൂ കളറ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ജെൽ കളർ റോയൽ ബ്ലൂവിൻ്റെ ഈ ഒരു ജെൽ കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കർ ക്രാഫ്റ്റിൻ്റെ കളറാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ, എത്രത്തോളം കളറ് വേണം എന്നുള്ളതൊക്കെ. ഒരു ലൈറ്റ് ബ്ലൂ കളറാണല്ലോ നമ്മുടെ ആ ഒരു തീമിൽ വരുന്നത്. അപ്പോൾ ആ ഒരു കളറാക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ കളറൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത്രയും മതി കേട്ടോ. ഈ ഒരു കളറിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കേക്കിനെ ഫുള്ളായിട്ട് ഈ ഒരു ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫിനിഷിംഗ് ആക്കിയെടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാർട്ടൂൺ പിക്ചറാണ് കൊടുക്കേണ്ടത്. ഇത് എഡിബിൾ ആണ് കേട്ടോ. ഇത് വേഫറിൻ്റെ ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ ഇത് നമുക്കങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുന്ന ഷോപ്പിൽ, ബേക്കേഴ്സിൻ്റെ ഷോപ്പിലൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് കാർട്ടൂൺ തീമിലൊക്കെ കേക്ക് ചെയ്യുമ്പോൾ അതിലേക്കുള്ള വേഫർ സ്റ്റിക്കറുകളൊക്കെ കിട്ടും കേട്ടോ, പാക്ക് ചെയ്ത് വെച്ച് തന്നെ. അപ്പോൾ നമുക്ക് ഷുഗർ ഷീറ്റിൽ പ്രിൻ്റ് ചെയ്യുന്ന എടുക്കുന്ന ആ ഒരു ചിലവൊന്നുമില്ല കേട്ടോ. ഈ ഒരു സ്റ്റിക്കറാകുമ്പോൾ ഇത് നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ ഇത് ഞാനിങ്ങനെ കേക്കിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ മുകൾ ഭാഗത്ത് ഇനി ടോപ്പേഴ്സൊക്കെ വെക്കുമ്പോൾ ഈ ഒരു പിക്ചർ അത്ര കാണില്ല. അപ്പോൾ കുറച്ച് ഹൈറ്റുള്ള കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സൈഡിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് മടക്കുമ്പോൾ പൊട്ടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ, വേഫറല്ലേ. എന്നാലും നല്ല തിന്നായിട്ടുള്ള ഒരു പേപ്പറാണ്. നമ്മളിത് ഇതുപോലെ കേക്കിൽ ഇങ്ങനെ ഒട്ടിച്ചു ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ നല്ല സ്റ്റിക്കി ആയിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ ഈ ഒരു പിക്ചറിൻ്റെ ചുറ്റും ഇതുപോലെ സിൽവർ കളറിലുള്ള കുറച്ച് വലിയ ഷുഗർ ബോൾസും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്ക് ഭാഗത്തായിട്ട്, ഈ പിക്ചർ ഇല്ലാത്ത ഭാഗത്തായിട്ട് ഇതുപോലെയുള്ള ഒരു സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ അതിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് പല വലുപ്പത്തിലുള്ളത് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു കാർട്ടൂണിൻ്റെ ആ ഒരു പിക്ചറിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇതുപോലെയുള്ള ഒരു സിമ്പിൾ പോലെയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, അതിനെന്തെങ്കിലും പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ക്രീമിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്ചർ ബ്ലൂ കളറിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബ്ലൂ കളറിലുള്ള കേക്ക് ആയതുകൊണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വൈറ്റ് കളറിലാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് പുറത്തെടുത്തിട്ട് നമുക്കതിൽ ടോപ്പേഴ്സൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പിക്ചറിലുള്ള അതേപോലെയുള്ള ഒരു ടോപ്പർ തന്നെയാണ് കേട്ടോ. ആ ഒരു ഫ്രോസൺ എൽസൻ്റെ ആ ഒരു തീമിലുള്ള ടോപ്പർ തന്നെയാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ബ്ലൂവും വൈറ്റും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണല്ലോ ഈ കേക്ക്. അപ്പോൾ ഞാൻ വെറുതെ നമ്മുടെ ഫോണ്ടൻ്റെ പേര് എഴുതാനും ഞാൻ ബ്ലൂവും വൈറ്റുമാണ് ഫോണ്ടൻ്റെ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ സ്റ്റിക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതേ ഇതന്നെ ബാക്കിയുള്ള ഫോണ്ടൻറ്റും കൂടെ പരത്തിയിട്ട് ഇതുപോലെ റൗണ്ട്
റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ സ്റ്റിക്കും കൂടെ ഫിക്സ് ചെയ്തിട്ട് അതും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.